ചെറിയ മുത്തുകളെ ജീവനുള്ള രൂപങ്ങളാക്കി മാറ്റുകയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത പ്രേമകുമാരി അമ്മ. ഇത് ക്ഷമയുടെയും സൃഷ്ടിപരതയുടെയും ഉദാഹരണമായി മാറുകയാണ്. പയ്യന്നൂരിലെ പ്രേമകുമാരി അമ്മയ്ക്ക് മുത്തുകൾ വെറും അലങ്കാര വസ്തുക്കളല്ല, അതൊരു ജീവിതകല തന്നെയാണ്. ചെറിയ മുത്തുകൾ ഓരോന്നായി കോർത്തിണക്കി മനോഹരമായ രൂപങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ നേടുകയാണ് ഈ അമ്മ. ദൈവിക രൂപങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, കളിപ്പാവകൾ, പൂക്കൾ, സംഗീതോപകരണങ്ങൾ തുടങ്ങി നാം നിത്യജീവിതത്തിൽ കാണുന്ന വൈവിധ്യമാർന്ന രൂപങ്ങളാണ് പ്രേമകുമാരി അമ്മയുടെ കൈകളിൽ ജീവൻ പ്രാപിക്കുന്നത്. സാധാരണ ഹോബിയായി തുടങ്ങിയ ഈ കല ഇന്ന് ഈ വീടിനെ തന്നെ ഒരു ചെറിയ കലാ ഗ്യാലറിയായി മാറ്റിയിരിക്കുകയാണ്. മണിക്കൂറുകളുടെ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമായ ഈ പ്രവർത്തനത്തിൽ അമ്മയ്ക്ക് ഏറ്റവും വലിയ പിന്തുണയായി ഒപ്പമുണ്ട് മകൾ വിദ്യ. പുതിയ രൂപങ്ങൾ കണ്ടെത്തുന്നതിലും മുത്തുകൾ ക്രമപ്പെടുത്തുന്നതിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും വിദ്യ സദാ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കിടയിലും ഈ അമ്മ തന്റെ ഓരോ സൃഷ്ടിയിലും നിറങ്ങളുടെ ഭംഗിക്കപ്പുറം ഒരു ആത്മസന്തോഷവും കാണുന്നു. പ്രായത്തെ വെല്ലുവിളിച്ച് സൃഷ്ടിപരമായ ലോകത്ത് സജീവമായി തുടരുന്ന പ്രേമകുമാരി അമ്മ പലർക്കും പ്രചോദനമാണ്. അപ്പോൾ ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ മുമ്പേ പഠിച്ചതാണോ? എങ്ങനെയാണ് ഇത്രയും ക്ഷമയോടെ ഇത് ചെയ്യുന്നത്? ഞാൻ വന്നിട്ട് സാമ്പിൾ എന്തെങ്കിലും കിട്ടിയാൽ അത് ഞാനായിട്ട് രൂപപ്പെടുത്തി എടുക്കും. അതിനോട് തന്നെ പഠിച്ചതാണ്. ഒരു 40 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ തുടങ്ങിയത്. ഞങ്ങളുടെ റിലേറ്റീവിൽ ഒരാൾ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടത്, അത് കണ്ടിട്ട് അപ്പോൾ ഞാനങ്ങനെ തന്നെ പഠിച്ചതാണ്. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ആനിമൽസൊക്കെ ഇടുമ്പോൾ അതങ്ങനെ ആദ്യം വെറും ലൈനായിട്ട് ഇട്ടു, പിന്നെ അതിന് മടക്കാൻ പഠിച്ചു, പിന്നെ അടുത്ത ലൈന് തുടങ്ങി. അങ്ങനെ ഓരോന്നായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിൽ സ്റ്റഫ് ചെയ്ത് ആനിമൽസ്, പട്ടിയോ കുതിര അങ്ങനെ എല്ലാം ഞാനേ ചെയ്തിട്ടാണ്. ഇപ്പോൾ സാമ്പിൾ കിട്ടിയാലേ, പക്ഷേ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഉണ്ടാക്കാനുള്ള അത്ര കഴിവൊന്നുമില്ല. പക്ഷേ എന്ത് സാമ്പിൾ കിട്ടിയാലും നോക്കി ഇടുമായിരുന്നു. നമുക്കിപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്നാൽ കൂടിയും ഇത്രയും ക്ഷമയോടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? ഭയങ്കര ക്ഷമയുണ്ട്, ഇതിന് മാത്രം നല്ല ക്ഷമയുണ്ട്. അതിനിടയ്ക്ക് പിന്നെ പുസ്തകം വായിക്കും, നാമം ചൊല്ലണം, അതൊക്കെ ഇപ്പോൾ ഇരുന്നിട്ടാണ് മുക്കാലും. അപ്പോൾ ഇരുന്നിട്ട് എന്ത് പണിയും ചെയ്യാനും പറ്റുന്നത് ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങളുടെ ഇതിൽ ശ്രീരാം ജയം എഴുതുന്നത് ഒരു ഇതാണ്, ദിവസം ഒരു 108 എഴുതണമെന്നുണ്ട്, അത് എഴുതും. പിന്നെ ലൈബ്രറി ബുക്ക് അങ്ങനെ വായിക്കും. പിന്നെ കുറച്ച് ജോലി മുമ്പ് ഇതായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടിയിരുന്നു. അത് ഒരു 1.5 മാസം 2 മാസം സ്റ്റെനോവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷോർട്ട് ഹാൻഡിൽ ഒരു സംഭവമാണ്. അപ്പോൾ മോള് പിന്നെ അതിന് ഓൺലൈനിൽ വാങ്ങിച്ചു തന്നു. ഇപ്പോൾ എഴുതുന്നില്ല, എന്നാൽ ആ ബുക്ക് വെച്ചിട്ടുണ്ട്. അതും എഴുതണം, ടൈമില്ല. പക്ഷേ 24 hours എനിക്ക് പോരാ. ഇത്രയും ചെറിയ മൈന്യൂട്ടായ ചെറിയ കല്ലകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അതുപോലെ ചെറിയൊരു നൂലിൽ കോർത്ത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഉണ്ടാക്കുന്നത്? അത് ഞാനിപ്പോൾ എന്ത് ശരിക്ക് കാണുന്ന വെച്ചാൽ ആദ്യം ഒരു 4 മുത്ത് അങ്ങനെ എൻ്റെ രീതിയിലാകുമ്പോൾ 4 മുത്ത് ഇങ്ങനെ കോർക്കും. അത് ലൈനായിട്ട് ഇങ്ങനെ വരും. പിന്നെ ആദ്യം കോർത്ത മുത്തിലേക്ക് ആ വയർ ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ സ്ക്വയറായിട്ട് ഒരു രൂപം കിട്ടും. അപ്പോൾ 4 ആയില്ലേ, അതിന് ഒരു മുത്തിലിരുന്ന് പിന്നെ ഒരു 3 കോർക്കുമ്പോൾ അടുത്ത ലൈൻ കിട്ടും. അങ്ങനെ സ്ക്വയറായിട്ട് വരും. പിന്നെ താഴേക്ക് വരുമ്പോൾ ആ മുത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഈ സൈഡായിട്ട് ഇങ്ങനെ വരും. പിന്നെ വേറെ ഓരോ രൂപം വരുമ്പോൾ അങ്ങനെ കോർത്ത് പിന്നെ ഡിസൈനും ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ഗണപതി ഇതൊക്കെ ഇട്ടത് വന്നിട്ട് കളറിലാണ് ആ രൂപം കിട്ടുന്നത് ആക്ച്വലായിട്ട്. അല്ലാതെ ഇപ്പോൾ ഒരേ കളർ നമ്മളിട്ട ഒന്നും വ്യത്യാസം അറിയില്ല. അപ്പോൾ കയ്യിൽ ശംഖ്, ചക്രം, ഇതൊക്കെ പിന്നെ പൂമാലയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളർ അനുസരിച്ച് ഇടുമ്പോൾ ശരിക്ക് ലാസ്റ്റിൽ അതിൻ്റെ രൂപം കിട്ടും. എനിക്കിപ്പോൾ മോളാണ് എല്ലാറ്റിനുമായിട്ട്, അപ്പോൾ അവളാണ് ഈ മുത്തൊക്കെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഇനി എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കും. എന്നാലും അവൾ ഓൺലൈനിൽ വരുത്തിയിട്ട്, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോളുണ്ട് മദ്രാസിൽ നിന്ന്, അവൾ കൊറിയറിൽ അയച്ചു തരും. അങ്ങനെ പിന്നെ എനിക്ക് ഒരു മോനുണ്ടായിരുന്നു, അവൻ കോവിഡ് മരിച്ചു പോയി. അപ്പോൾ പിന്നെ അതിന് ശേഷം കുറച്ച് ഇതായത് കൊണ്ട് അങ്ങനെ ഇപ്പോൾ മോളാണ് ഇവിടെ വരുത്തി എന്നെ നോക്കുന്നത്. എല്ലാറ്റിനും മോള് തന്നെ, മോളില്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അമ്മ പറഞ്ഞല്ലോ ഏട്ടനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ
കോവിഡിൻ്റെ സമയത്താണ് മരിച്ചത്. 5 വർഷമായി. അപ്പോൾ അതിലും ഇപ്പോൾ ഇതിനൊരു വലിയ പങ്കുണ്ട്. അതിൽ നിന്ന് അമ്മേൻ്റെ ആ ഒരു ട്രോമ, എൻ്റെ ആയാലും അമ്മയുടേതായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഡൈവേർഷൻ വേണമല്ലോ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഹോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല നമുക്ക്. അപ്പോൾ അതും നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, പണിയെടുത്ത് ഇപ്പോൾ ഒരുവിധം ഏകദേശം എത്രയോ കൊല്ലങ്ങളായി പണിയെടുക്കുന്നു. ഇനി അത് വേണ്ട അമ്മ, ആ വക കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഐ മീൻ അതൊരു ഡൈവേർഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ബേസിക്കലി ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തെങ്കിലും ചിത്രം അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ്, അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അത് പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഉള്ളിലൊരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ആ സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ചിന്തകളും നെഗറ്റീവ് തോട്ട്സും അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഒരുപാട് അമ്മേനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു 2 years ബാക്ക് അമ്മയ്ക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു. ന്യൂമോണിയ വന്നിട്ട് ആകെ കിടപ്പിലായിരുന്നു, 6-7 മാസം കിടപ്പിലായിരുന്നു. ബട്ട് അതിൽ നിന്നും തിരിച്ചു വന്നത് അമ്മേൻ്റെ ഒരു റെസിലിയൻസ് എന്ന് തന്നെ പറയാം. അത് ഡോക്ടർ അടക്കം സമ്മതിച്ച കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ജീവിക്കുക എന്ന് നമുക്ക് തോന്നാം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.